ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാൻ വീഡിയോ ഇടാതെ ഇരുന്നിട്ട് ഇന്നലെയാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ 2 ദിവസം വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാനങ്ങനെ നിങ്ങളുടെ അടുത്ത് ഒരു പോസ്റ്റ് ഇട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയില്ല ഞാനെന്താ വീഡിയോ ഇടാതിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ 3 പേരാണ് എൻ്റെ കഴിഞ്ഞു പോയ വീഡിയോൻ്റെ കീഴിൽ വന്നിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്, എന്താണ് സ്വപ്ന കണ്ടില്ലല്ലോ, എന്ത് പറ്റി, എവിടെ പോയി, റെസ്റ്റാണോ എന്നൊക്കെ ചോദിച്ചിട്ട് 3 പേര് കമൻ്റ് ഇട്ടിരുന്നു. നമ്മളൊരു വാട്സാപ്പിലാണ് ഒരാളെ അന്വേഷിക്കുന്നതെങ്കിൽ അത് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. വാട്സാപ്പിൽ പെട്ടെന്നൊരു മെസ്സേജ് ഇടാം. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മളുടെ ചാനലിൽ കയറി നമ്മളുടെ ഏറ്റവും റീസെൻറ്റ് വീഡിയോ എടുത്ത് അതിൻ്റെ കീഴിൽ വന്നിട്ട് കമൻ്റ് ഇടുക. ആ വീഡിയോ ഓപ്പൺ ചെയ്യാതെ കമൻ്റ് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ ഈ കമൻ്റ് ഇടുന്നത് കേട്ടോ, അന്വേഷിക്കുന്നത്. അത് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു പെയിനാണ് അങ്ങനെ കമൻ്റ് ഇടുന്ന ആളുകളെക്കുറിച്ച്. അത് കാണുമ്പോൾ ഭയങ്കര ഒരു പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ പാവങ്ങൾ, അവർ ഇത്രയും ബുദ്ധിമുട്ടി കയറി വന്നിട്ട് ഇങ്ങനെ ചോദിച്ചല്ല എന്നുള്ള ഒരു ഭയങ്കര ഒരു സന്തോഷം കൊണ്ടുണ്ടാകുന്ന ഒരു വേദന എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് എനിക്ക് അങ്ങനത്തെ കമൻറ്റ് കാണുമ്പോൾ തോന്നുന്നത് കേട്ടോ. പിന്നെ കമൻ്റൊന്നും വന്ന് ഇടാതെയും ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് എന്നെക്കുറിച്ചിട്ട് സ്വപ്നം കണ്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. അതും ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഏതൊരു മീഡിയയിലും കമൻ്റ് ഇടുന്ന സമയത്തും അതുപോലെ വാട്സാപ്പിൽ മെസ്സേജസ് പാസ് ചെയ്യുന്ന സമയത്തും അതിൽ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജസ് ആണെന്നുണ്ടെങ്കിൽ, എഴുതി വെക്കുന്ന മെസ്സേജസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനോട് ചേർത്ത് വിടാൻ വേണ്ടിയിട്ടുള്ള കുറേ ഇമോജീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഇമോജീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ടെക്സ്റ്റ് മെസ്സേജസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വികാരം പ്രകടമാക്കാൻ സാധിക്കാത്ത ഒരു സംഭവമാണ്. അത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ മാനസികാവസ്ഥ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാനസിക അവസ്ഥയിൽ ആയിരിക്കുള്ളൂ ആ ഒരു മെസ്സേജിനെ വ്യാഖ്യാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു രീതിയിലിടുന്നൊരു മെസ്സേജ് മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇമോജീസ് ഒരുപാട് രീതിയിലുള്ളതും നമുക്ക് ഇപ്പോൾ വാട്സാപ്പിലായാലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലായാലും അതിൽ കൊടുത്തിരിക്കുന്നത്. വോയിസ് നോട്ട് കൊടുക്കുന്ന പോലെയല്ല ഈ ടെക്സ്റ്റ് മെസ്സേജസ് ഇടുക എന്നുള്ളത്. അതിനെ കൂടിയിട്ട് നമ്മളൊരു ഇമോജി ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലാണ് നമ്മളുടെ മനസ്സിലിരിപ്പ് മറ്റുള്ളവർക്ക് മനസ്സിലാകുള്ളൂ. അല്ലാതെ മെസ്സേജ് ഇട്ട് അല്ലെങ്കിൽ കമൻ്റ് ഇട്ടതിന് ശേഷം അതിൽ ഇമോജി ആഡ് ചെയ്യാതെ ഇടുമ്പോൾ ഇത് വായിക്കുന്ന ആൾ അയാളുടെ മാനസികാവസ്ഥക്കനുസരിച്ച് ഇതിനെ മോശമായി അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റായിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഇമോജി യൂസ് ചെയ്തിട്ട് ആണ് എല്ലാ സ്ഥലത്തും നമ്മൾ മെസ്സേജസ് പാസ് ചെയ്യാനുള്ളത് കേട്ടോ. എന്നാലേ ഈ ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ മറ്റൊരാളുടെ മനസ്സിലാവുള്ളൂ കേട്ടോ, ഇത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഇമോജീനെ ഒരിക്കലും ചെറിയൊരു കാര്യമായിട്ട് തള്ളിക്കളയരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമോജി എന്നുള്ളത്. സ്നേഹമാണെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഇമോജികൾ ഇടുക. അഥവാ നമ്മളൊരാളോട് ദേഷ്യത്തിലാണ് പറയുന്നതെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള ഇമോജി ഇടുക. അല്ലാത്ത പക്ഷം നമ്മളുടെ നല്ല മെസ്സേജുകൾ പോലും നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ആ ഒരു അർത്ഥത്തിലെടുത്ത് നമ്മളെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇമോജി ഇടണമെന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് ദിവസം മുൻപേ നിങ്ങൾക്കൊരു ഡയറി തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പീരിയഡ് ഡേയ്സിൽ നിങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന ആ തുണികൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് ഒന്നുപോലെ സ്കിപ്പ് ചെയ്യാതെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ഡയറായിരുന്നു നിങ്ങൾക്ക് തന്നത്. അപ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകൾ എഴുതിയിരുന്നത് സാധിക്കില്ല എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, തികച്ചും ഈ പാഡുകളും മെൻസ്ട്രൽ കപ്പുകളും ഇതൊന്നും കാണാത്ത ഒരുപാട് കുട്ടികൾ നമ്മളുടെ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട്. പല പല ഗ്രാമങ്ങളിൽ അവർ സാധാരണ യൂസ് ചെയ്യുന്നത് തുണികളാണ്, പഴയ തുണികൾ. ഈ തുണികൾ അവർ വീണ്ടും വീണ്ടും വാഷ് ചെയ്താണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് മൂലം അവർക്ക് ഒരുപാട് അസുഖങ്ങളും അവർക്ക് സ്കൂളിലും കോളേജിലും വേണ്ട
രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാതെയും പോകാറുണ്ട്. കുറേ കുട്ടികൾ അവരുടെ പഠനം തന്നെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഗ്രാമത്തിലെ കുട്ടികൾ പഠനം തന്നെ നിർത്തി കളയുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ ഗ്രാമത്തിലേക്ക് പാഡുകളും അങ്ങനെയുള്ള യാതൊരു പ്രൊഡക്ട്സുകളും എത്തപ്പെടാത്ത കുറേ ഗ്രാമങ്ങളാണ് നമ്മൾക്കറിയാതെ കിടക്കുന്നത്. അപ്പം ഞാൻ ഈ ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾ പലരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവരും ഇത് കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഗ്രാമത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എവറ്റീൻ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതിനെയാണ് പീരിയഡ് കെയർ അഡോപ്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേര് www.sheneedpad.com. നിങ്ങൾ ആ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വില്ലേജിനെ കുറിച്ച് അറിയാം, അവിടെ ഇങ്ങനെ പാഡുകളൊന്നും എത്താത്തൊരു സ്ഥലമാണ് എന്നറിയാമെങ്കിൽ ഫില്ല് ചെയ്യേണ്ട ഒരു ഫോം അവർ തന്നിട്ടുണ്ടാകും. അതിൽ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. എവറ്റീനിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ അവർ ഒരു ചെലവും നമ്മൾക്ക് വരുത്താതെ തന്നെ പാഡുകൾ അവർക്ക് എത്തിച്ചു കൊടുക്കും. അപ്പൊ ഈ പാഡ് എന്ന് പറയുന്നത് ഒരു ലക്ഷറി ആയിട്ട് ഒരാളും കാണരുത്. കാരണം പാഡ് ഒരു നെസസറിയാണ്. അപ്പോൾ അത് ഇല്ലാതെ ബുദ്ധിമുട്ടി പല കാര്യങ്ങളും അവർക്ക് നഷ്ടമാകുന്നതിൽ നിന്നും നമ്മൾക്ക് അവരെ സംരക്ഷിക്കാനായിട്ട് ഈ ചെറിയൊരു സഹായം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ അവർക്ക് ലഭിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. പീരിയഡ് കെയർ എന്നുള്ള പാഡാണ് എത്തിച്ചു കൊടുക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പലതവണ ഇതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാനും ജാക്സനും കൂടിയിട്ട് ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതിന് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് ഞാനെപ്പോഴും എൻ്റെ അലർജിയുടെ കാര്യം പറയില്ല, സ്കിന്നിൽ അലർജിയുള്ള കാര്യം പറയില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10:30 മണിയായിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. എങ്കിൽ തന്നെയും നമ്മൾ കാറിന് പോണത് റൂബി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. റൂബിനെ വീട്ടിൽ നിർത്തിയിട്ട് പോവുക കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ അവൾ ആകെ സങ്കടപ്പെടും. അതുകൊണ്ട് അവളെയും കൊണ്ടാണ് പോകുന്നത്. മിക്ക സ്ഥലത്തും ഇപ്പോൾ അവളെയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സ്കിന്നിൻ്റെ ഈ പ്രോബ്ലം എന്നൊക്കെ പറയണതില്ലേ, നമ്മളുടെ ടെൻഷനും സ്ട്രെസ്സും അതൊക്കെ തന്നെയാണ് കേട്ടോ കാരണം. അത് വ്യക്തമായിട്ട് എനിക്കറിയാം, ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. ചിലവർക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു പ്രശ്നം കൈകാല് വേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എവിടെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ സ്കിന്നിൻ്റെ പ്രോബ്ലം. എവിടെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇത് മാറില്ല. കാരണം ഇത് നമ്മൾ മാനസികമായി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതെനിക്ക് വ്യക്തമായിട്ടറിയാം. ഇപ്പം ഞാൻ കൂടുതലും സ്ട്രെസ്സും ടെൻഷനും രണ്ടും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നമ്മൾ എന്ത് തന്നെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു മുതിർന്ന മനസ്സും കുട്ടി മനസ്സും കൂടി ഭയങ്കര മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കണേണെന്നുള്ളത്. കാരണം നമ്മൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, നമ്മളോട് സ്വയം പറഞ്ഞ് മനസ്സിലാക്കും, അയ്യോ ഇതെന്താണ്, നമുക്കൊരു വേറെ കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്തിനാണ് വിഷമിക്കണത്, കുട്ടികളൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതല്ലേ, പിന്നെ എന്തിനാണ് വിഷമിക്കണത്, ഇതൊക്കെ നമ്മളോട് തന്നെ പറയും. അപ്പോൾ നമ്മുടെ കുട്ടി മനസ്സ് അയ്യോ, എങ്കിലും ആ കുട്ടികളായിരുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടിയൊക്കെയുള്ള ആ ഒരു സന്തോഷ സമയം എന്ത് രസമായിരുന്നു, അതൊരിക്കലും ഇനി തിരിച്ചു വരില്ലല്ല എന്ന് എൻ്റെ കുട്ടി മനസ്സ് ബഹളം വെക്കും മുതിർന്ന മനസ്സിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിടിവലി നടക്കുന്ന സമയമാണ് എൻ്റെ മനസ്സിൽ. അത് ഞാൻ തുറന്ന് പറയാം. കാരണം ഈ മോട്ടിവേഷനൊക്കെ നമ്മൾക്ക് ബക്കറ്റ് കണക്ക് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും, അതിനകത്ത് നിന്ന് ഒരു സ്പൂൺ പോലും നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല, നമ്മളുടെ ജീവിതത്തിലേക്ക് എടുക്കാനും പറ്റില്ല എന്നുള്ള ഒരു സത്യം എനിക്കറിയാം. ഈ മോട്ടിവേഷൻ എത്രയൊക്കെ കേട്ടാലും എത്രയൊക്കെ തന്നാലും അതെനിക്ക് വ്യക്തിട്ടറിയുന്ന കാര്യമാണ്. മോട്ടിവേഷനൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ മോട്ടിവേഷൻ പറയുന്ന ആളുകൾ തന്നെ കിടന്നിട്ട് ബഹളം വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ നമ്മളുടെ പേളിമണി കിടന്ന് ബഹളം വെച്ചിട്ടില്ലേ, എന്തോരം മോട്ടിവേഷൻ, നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറല്ലേ, എന്നിട്ട് പോലും എന്തായിരുന്നു പുള്ളിക്കാരി ആ ബിഗ് ബോസ് ഹൗസിൽ അനുഭവിച്ചതും കാണിച്ചതും എല്ലാം നമ്മൾ കണ്ടത്. അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ അതാണ് മനുഷ്യരെന്ന് പറയുന്നത്, അല്ലാതെ വേറെ അതൊരു കുറവായിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. അപ്പം ഞാൻ ഈ മരുന്ന് മേടിക്കാൻ പോയിട്ട് അവർ
അവിടെ നിന്ന് ഏതായാലും പെട്ടെന്ന് കഴിഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും കൂരിയച്ചൻ്റെ നടയിലൊന്ന് പോയിട്ട് വരാം. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരായി പറയുന്നത് കൂരിയച്ചൻ്റെ നട ഒന്ന് കാണിക്കണേ ചേച്ചിന്ന്. ഞാനങ്ങനെ കൂരിയച്ചൻ്റെ നടയിലേക്ക് വരാറില്ല. കാരണം ബൈക്കിൽ വന്നാലേ ഈ കൂരിയച്ചൻ്റെ ഇടയിലേക്ക് വരാനൊരു എളുപ്പമുള്ളൂ. കാറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കാർ ആ വഴിയിലേക്ക് കയറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ വലിയ ചരക്ക് ലോറികൾ വന്ന് രണ്ട് സൈഡിലും കിടക്കുമ്പോൾ നമ്മളുടെ കാർ അവിടെ കൂടി പോകൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തത്. അപ്പോൾ പപ്പയൊക്കെ വരുന്നത് ബൈക്കിലാണ്, പെട്ടെന്ന് തന്നെ വന്നിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇത് ജീവമാതാ ചർച്ചാണ് കേട്ടോ, അവർ ലേഡി ഓഫ് ലൈഫ്. അപ്പോൾ ഈ ജീവമാതാ ചർച്ചിൽ കാറ് ഒന്ന് പാർക്ക് ചെയ്തിട്ടിട്ട് നടന്നു പോകാമെന്ന് പറഞ്ഞിട്ടാണ് പപ്പ എന്നെ കൊണ്ട് പോകുന്നത് കേട്ടോ. പക്ഷേ കുറച്ചങ്ങ് നടന്നപ്പോൾ തന്നെ എനിക്ക് വിവരം മനസ്സിലായി, റൂബി അവശതയായി കഴിഞ്ഞ് റൂബിനെ ഇനി ഒരു തരി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. പപ്പയുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇനിയും കുറേ ഡിസ്റ്റൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരിത്തിരിയേ ഉള്ളൂ, പപ്പ അങ്ങനെ പറയുള്ളൂ. പക്ഷേ കുറേ അധികം ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം പപ്പയുടെ അടുത്ത് പറഞ്ഞ് ഇനി റൂബിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞ് പപ്പ എടുത്തോളാം റൂബിനെ. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം വെയിലുണ്ട്, അത് മതി അവൾ ടയേർഡാവാനായിട്ട്. നമ്മൾ എടുത്തുകൊണ്ട് നടന്നാലും അവൾക്ക് വെയിലടിച്ച് അവളാകെ ടയേർഡാവും. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് അതെ ഇവിടെ വെച്ചിട്ട് ഞാൻ നമുക്ക് പോകാം, ഇനി ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും വന്ന സ്ഥിതിക്ക് ഏതായാലും കുരിയച്ചൻ്റെ ആ ഒരു ചാപ്പൽ കാണിക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ട് പപ്പ വൈകുന്നേരം പോയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നില്ല, കാരണം റൂബി വല്ലാതെ വിഷമിച്ച്. പിന്നെ എന്തെങ്കിൽ അത് ഒരു മുസ്ലിം ഏരിയയാണ്, അവർക്ക് ഈ ഡോഗിനെയൊക്കെ കാണുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതും ഒരു പ്രശ്നമുണ്ടായിരുന്നിട്ട് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ഒരു പേടിയുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകൾ വല്ലാത്തൊരു നോട്ടമാണ് നോക്കുന്നത് ഡോഗിനെ കാണുമ്പോൾ. അതുകൊണ്ട് നമ്മൾക്ക് ഒരു സ്ട്രേ ഡോഗ് പോകുന്ന പോലെയല്ല, നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മളായിട്ടൊരു ദേഷ്യപ്പെട്ടൊരു നോട്ടം, അങ്ങനെ അത് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കുരിയച്ചൻ്റെ ചാപ്പൽ. ഇവിടെ ഇതുപോലെയുള്ള നേർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. ചുറ്റുവിളക്കും പൂമാലയെന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് അവിടെ നിൽക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഈ വഴിയാണ് ഇത്. ഒരുപാട് ബിസിനസ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഈ ലോറികൾ, ചരക്ക് ലോറികളെല്ലാം വന്നിട്ട് ഈ ഹോൾസെയിലായിട്ടുള്ള കയറ്റിപ്പോക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടുള്ള ഈ തിരക്കായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, ആയതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വണ്ടിയൊന്നും കൊണ്ടുവരാത്തത്. അപ്പോൾ അങ്ങനെ കുരിയച്ചൻ്റെ നടയുടെ അടുത്ത് ഇങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളുടെ ഈ ഡിവോഷണൽ സംഭവങ്ങളുടെ ഇപ്പം ബൈബിളും എല്ലാ സാധനങ്ങളും, പിന്നെ ഇതുപോലെയുള്ള സ്റ്റാച്ചുകൾ, അങ്ങനത്തെ ഉള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് കുരിയച്ചൻ. അപ്പോൾ ഞാൻ പോയിട്ട് വന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഹോമിയോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയതാണ്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയ ആ സമയത്ത് 5 വർഷമൊക്കെ ആയിട്ടുണ്ടാകും, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഹോമിയോ ഡോക്ടറിൻ്റെ വിശേഷം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അലർജിക്ക് പുള്ളി മരുന്ന് തന്നിട്ട് മാറിയതായിട്ട്. വേറെ പല സ്ഥലത്തും നമ്മൾ സ്കിൻ സ്പെഷ്യലിസ്റ്റ്, ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ടൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോഴും ഞാൻ പോകുന്നത് കേട്ടോ. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ, എനിക്ക് സ്കിന്നിന് പ്രശ്നം വന്നിട്ട് ഞാൻ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്ത്, അപ്പോൾ ഈ സൺസ്ക്രീൻ എനിക്ക് അവരാണ് പ്രിസ്ക്രൈബ് ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ എനിക്ക് അത് ഇത്തിരി കൂടി ബുദ്ധിമുട്ട് അതെന്ന് വെച്ചാൽ അങ്ങനെ കുറയണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോമിയോ മെഡിസിനിൽ ഒന്നുകൂടി കാണിക്കാമെന്ന് വെച്ചു. കാരണം എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് നേരത്തെ ഉണ്ടല്ലോ, മാറിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും അവിടെ തന്നെ പോയത്. അപ്പോൾ നമുക്ക് മെഡിസിനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമുക്ക് ഈ അലർജി ചൊറിച്ചിലൊക്കെ വരുന്നത് നമ്മളുടെ മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ടാണെന്നുള്ളത്, അല്ലാതെ ഇതൊരു രോഗമല്ല എന്ന് പുള്ളി അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ മെനിപ്പോസിൻ്റെ സമയമൊക്കെ അടുത്തിരിക്കുന്ന നമ്മളെപ്പോലെയുള്ള പ്രായം ആയിട്ടുള്ള ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഡോക്ടർ പറയുന്നുണ്ട്. എൻ്റെ തലയിലൊരു ചൊറിച്ചിൽ പോലെ ഇങ്ങനെ വന്നിട്ട് അവിടെ ഇങ്ങനെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് അങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ അതൊക്കെ ആണ് ഞാൻ കാണിക്കാൻ വേണ്ടി ചെന്നത്. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത് ഈ മെനിപ്പോസിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം ആ ഒരു ടൈം പീരീഡിൽ വരുന്ന സംഭവങ്ങളാണ്. ഇത് ചില ആളുകളിൽ ഇത് ഇങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഈ മെനിപ്പോസിൻ്റെ ഈ ഒരു സമയങ്ങളിൽ പൈനാപ്പിൾ കൂടുതലായിട്ട് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ്, അതുപോലെ സോയാ ബീൻസ് ഇല്ലേ, നമ്മൾ പച്ച ബീൻസ് പൊളിച്ചിട്ട് എടുക്കൂലേ, അത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കറികൾ, എല്ലാ പച്ചക്കറികളും
കൂടുതലായിട്ട് കഴിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ അന്ന് പണ്ട് ഞാൻ ഇങ്ങനെ കൺസൾട്ട് ചെയ്യാൻ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു ഈ അച്ചിങ്ങ കഴിക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ അത് വേവിച്ച് വല്ലാതെ ആക്കി കളയരുത്. ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോഴത്തേക്കും എടുക്കുക. എന്നാലേ അതിനകത്തുള്ള ഫൈബർ കണ്ടൻറ്റ് നമ്മൾക്ക് ഗുണം ചെയ്യുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിന് ഗുണം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ ചുമ്മാ നമ്മൾ കഴിക്കുന്നതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ഡോക്ടർ പറഞ്ഞു തന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ മെനിപ്പോസ് ആയിട്ടിരിക്കുന്ന ആയിക്കൊണ്ട് ആ ഒരു ഏജിലേക്ക് വരുന്നവർക്ക് ഇങ്ങനെയുള്ള പല പ്രോബ്ലംസും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു രോഗമായിട്ട് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഏതായാലും മെഡിസിനൊക്കെ തന്നിട്ടുണ്ട്. വളരെ കുറഞ്ഞ മെഡിസിനുകളാണ് തന്നേക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ ഡെർമറ്റോളജിസ്റ്റിനെ കാണുമ്പോൾ അപ്പോൾ എനിക്ക് എൻ്റെ ഫാത്തിമ ഡോക്ടർ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് എൻ്റെ ഫാമിലി ഡോക്ടർ, ഫാത്തിമ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റാണ്. പക്ഷേ ഗൈനക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും ഡോക്ടർ മരുന്ന് തന്നാലേ എനിക്ക് സമാധാനമാകുള്ളൂ. അപ്പോൾ അതുപോലെ എന്ത് കാര്യത്തിനും ഞാൻ അങ്ങോട്ടാണ് ഓടുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടറിന് പറ്റാത്ത കാര്യങ്ങളാകുമ്പോൾ ഡോക്ടർ വേറെ സ്ഥലത്തേക്ക് പോകാൻ എന്നോട് പറയാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്ത് പോയത്. പക്ഷേ ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ടെസ്റ്റുകൾ അവർ എനിക്ക് എഴുതി തന്നു. അതൊക്കെ ഞാൻ ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അസുഖമായിട്ട് യാതൊരു ബന്ധവും ആ ടെസ്റ്റുകൾക്കില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഈ ടെസ്റ്റുകളെല്ലാം എടുത്തിട്ട് അനാവശ്യമായിട്ട് അതിനുള്ള ആ ഒരു ചിലവുകൾ നമ്മൾ വഹിക്കേണ്ടി വരും. അത് പല സ്ഥലത്ത് ചെന്നിട്ടും ആ ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അലോപ്പതി മെഡിസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഈ ടെസ്റ്റുകൾ എനിക്ക് അലർജി വന്നപ്പോഴേക്കും ചെയ്ത ടെസ്റ്റ് ബ്ലഡിൻ്റെതായിരുന്നു. അതും ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ടെസ്റ്റ്, അവിടുത്തെ ഡോക്ടറാണ് എനിക്ക് ടെസ്റ്റ് ചെയ്തത്. ബ്ലഡിലായിരുന്നു എനിക്ക് അലർജി ഉണ്ടായിരുന്നത്. ഈ ബ്ലഡിലുള്ള അലർജിക്ക് നമ്മളുടെ സ്കിന്നിൻ്റെ മീതയിൽ നമ്മൾ എന്തിട്ടിട്ടും എന്താ പ്രയോജനമെന്ന് എനിക്കറിയില്ല. ഈ അലോപ്പതി ഡോക്ടേഴ്സ് നമുക്ക് തരുന്നത് ഒരുപാട് ശരീരത്തിൽ പുരട്ടാനുള്ള ഒരുപാട് ഓയിൻമെൻറ്റുകൾ, ഷാമ്പുകൾ, സോപ്പ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സൺസ്ക്രീന്, ഇങ്ങനത്തെയുള്ള കുറേ സാധനങ്ങളാണ് അവർ നമുക്ക് തരുന്നത്. ആയിരക്കണക്കിന് രൂപ അതിന് മുകളിലും എല്ലാം ആകുന്ന രീതിയിലുള്ളതാണ്. അത്ര എക്സ്പെൻസീവാണ് ഈ മരുന്നുകളും എല്ലാം. ഈ ബ്ലഡിൽ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഈ സ്കിന്നിൽ ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ട് എന്താ പ്രയോജനം എന്നുള്ളത് എനിക്ക് അന്നേ തോന്നുന്ന കാര്യമാണ്. പിന്നെ വലിയ ഡോക്ടേഴ്സ് നമുക്കിത് തരുമ്പോൾ നമ്മൾ മേടിക്കാതെ നിവർത്തിയില്ലാതെ നമ്മളത് മേടിക്കാറുണ്ട്. ഏതായാലും ഞാനതെല്ലാം വിട്ടിട്ട് ആണ് ഇപ്പോൾ ഈ ഹോമിയോ മെഡിസിനിൽ കാണിക്കുന്നത്. കാരണം എനിക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാനതാണ് കഴിക്കാൻ പോകുന്നത്. ഇനി ഒരാഴ്ച കഴിച്ച് കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അടുത്ത മെഡിസിൻ തരും, നമ്മൾക്ക് എങ്ങനെയുണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാ എന്നുള്ളത് നോക്കിയിട്ട്. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറയാറുണ്ട്, നിങ്ങൾക്ക് കുറയാതെ ഈ ഹോമിയോ മരുന്ന് മാത്രം കഴിച്ചിട്ട് ഇങ്ങനെ അലർജി നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് മെഡിസിൻ തന്നെ കഴിച്ചോ. ഞാൻ വേറെ ഇംഗ്ലീഷ് മെഡിസിൻ ഒന്നും കഴിക്കണില്ല. അലർജി ടാബ്ലറ്റ് ഒക്കാസിറ്റ് മാത്രമാണ് കഴിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ലെവോവ എന്ന് പറയും. ഈ സാധനം മാത്രമാണ് ഈ ചൊറിച്ചിൽ തോന്നുമ്പോൾ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിച്ചോളാൻ പറയും. നിങ്ങൾക്ക് ഇത് ഈ ഹോമിയോ മെഡിസിൻ കഴിച്ചിട്ട് തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അത് കഴിച്ചുകൊണ്ടിരിക്കുക, മരുന്നെടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത്തിരി അസഹ്യമായിട്ട് ചൊറിയുന്നുണ്ടെങ്കിൽ ആ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചോ. അതും പറയും, അതൊരു ആശ്വാസം. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കൂടുതലായിട്ട് തോന്നിയാൽ നമുക്ക് അത് കഴിക്കാമല്ലോ. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ വളരെ നമ്മളെ പേടിപ്പിക്കാതെ പറയുന്ന ഒരു ഡോക്ടറാണിത്. അതെനിക്ക് നേരത്തെ തന്നെ അറിയാം. ഇത്തവണ ചെന്നപ്പോഴും അതുപോലെ തന്നെ നമ്മളെ ഒട്ടും പേടിപ്പിക്കാത്ത രീതിയിൽ. നേരത്തെ വേറെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ സത്യത്തിൽ പേടിച്ചു. അന്നത്തെ ദിവസം ഞാൻ ഭയങ്കര മാനസിക സംഘർഷത്തിലായിപ്പോയി. എനിക്ക് എന്താണ് രോഗമെന്ന് വരെ ഞാൻ ചിന്തിച്ച് എനിക്ക് ശ്വാസം മുട്ടലായി. അവസാനം പേടിച്ചിട്ട് ശ്വാസം മുട്ടലായി. അപ്പോൾ അനാവശ്യമായ ടെസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എഴുതി തരുമ്പോൾ നമ്മൾ എന്ത് ധൈര്യത്തിനാണ് വീണ്ടും ഒരു ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകണമെന്നുള്ളതാണ് എനിക്ക് ഒരു പേടി തോന്നണം. അപ്പോൾ ഇനി മരുന്നൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വിവരങ്ങൾ പറയാട്ടെ. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ റൂബി ഏതായാലും വളരെയധികം ടയേർഡായിപ്പോയി. കാരണം ഞങ്ങൾ അവിടെ പോയിട്ട് ഇത്തിരി വെയിൽ ഉണ്ടായിരുന്നു. പുറത്താണല്ലോ റൂബിനെ നിർത്തി വെച്ചത്. അപ്പോൾ റൂബി അങ്ങനെ പുറത്ത് നിന്ന് അവിടെ നിന്ന് തളർന്ന് പിന്നെ കാറിൽ കയറിയിട്ട് ഞങ്ങൾ ഇവിടെ കുരിയച്ചിൻ്റെ നടയിലേക്കാണ് പോയത്. കുരിയച്ചിൻ്റെ ഇടയിൽ പോയിട്ട് ഇവൾക്ക് ഒട്ടും നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല വെയിൽ കൊണ്ടിട്ടേ. അങ്ങനെ വെള്ളമൊക്കെ കുടിപ്പിച്ച് ഒരു കണക്കിനാണ് നമ്മൾ വീട്ടിൽ വന്ന് എത്തിയത് കേട്ടോ.
പിന്നെ റൂബി വന്നതിന് ശേഷം ആണ് എനിക്ക് സ്കിന്നിന് പ്രശ്നമൊന്നും നിങ്ങൾ ആരും വിചാരിക്കരുത് കേട്ടോ. കാരണം റൂബി വന്നിട്ട് 5 വർഷമായിട്ടുള്ളൂ. എനിക്ക് സ്കിന്നിൻ്റെ ഈ അലർജി തുടങ്ങിയിട്ട് ഏകദേശം 9 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ. 9 വർഷത്തോളം ആയിട്ടുണ്ട് അലർജി തുടങ്ങിയിട്ട്. ആ അലർജിയുടെ മരുന്നെല്ലാം കഴിച്ച് ഏകദേശം അലർജി മാറുന്ന സമയത്താണ് റൂബി വന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഉള്ള അലർജിയാണ്. അല്ലാതെ റൂബി വന്നുകൊണ്ടാണ് റൂബിയുടെ പ്രശ്നം ഉണ്ടാകുമെന്നൊന്നും ആരും കമൻറ്റ് ചെയ്തേക്കരുത്. കാരണം അവളെ പറയണത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അവൾ കാരണമല്ല, അവൾ വരുന്നതിന് മുന്നേ ഉള്ളതാണ് എനിക്ക് അലർജി. ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയില്ലേ, എനിക്കൊരു സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല, സ്കിന്നിൽ ഭയങ്കര അലർജിയാണെന്നൊക്കെ ഞാൻ പറയില്ല. അതാണ് ഈ സംഭവം. ഒരു കാറ്റടിച്ചാൽ പോലും എനിക്ക് ചൊറിയാൻ തുടങ്ങും. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അന്ന് എൻ്റെ സ്കിന്നിൽ പാടുകളോ അങ്ങനത്തെ ഒന്നുമില്ല. ഇങ്ങനെ ചൊറിയും, അത് ആ പാട് മാറുകയും ചെയ്യും. അല്ലാതെ ശരീരം പൊട്ടില്ല ഒന്നുമില്ല. ഇപ്പം ഈ തലഭാഗത്താണ് ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ പൊട്ടിയത്. അല്ലാതെ ശരീരത്തിലുള്ള പൊട്ടലുകളോ ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്ന് പോയ ഒരു കാര്യം. ആ കാര്യത്തിനാണ് ഇന്ന് ഞാൻ പോയത്. പിന്നെ ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ കൂടി പറഞ്ഞേക്കാം. കാരണം നിങ്ങൾ കമൻസിൽ എന്തായാലും അത് ചോദിക്കും, ചേച്ചിക്ക് മെനിപ്പോസ് ആയ എന്നുള്ളൊരു ചോദ്യം. അത് കുറേ ദിവസം മുൻപ് തന്നെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു, ചേച്ചി മെനിപ്പോസ് ആയ എന്നുള്ള ഒരു ചോദ്യം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ള മറുപടിയും കൂടി ഇതിൽ കൂടി തന്നേക്കാം. കാരണം നമ്മൾ മെനിപ്പോസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് കേട്ടോ. മെനിപ്പോസ് ആയിട്ടില്ല. കാരണം എനിക്ക് 8 മാസങ്ങൾക്ക് ശേഷം ഈ ഡിസംബറിലാണ് പീരിയഡ്സ് ആയത്. അതിന് മുൻപ് അതുപോലെ തന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആയത്. അതുപോലെ തന്നെ ഈ ഡിസംബറിൽ ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് 1 വർഷം വരാതിരുന്നാൽ മെനിപ്പോസ് ആയെന്ന് നമുക്ക് വിചാരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഏതായാലും 8 മാസമാണെങ്കിൽ 9 മാസത്തിനുള്ളിൽ ഇതുവരെയും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ട് അങ്ങനെയാണ് വന്നേക്കണത്. അപ്പോൾ ഇനി 1 കൊല്ലം, അടുത്ത ഡിസംബർ കഴിഞ്ഞിട്ടും എനിക്ക് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ മെനിപ്പോസ് ആയെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം. ഏകദേശം ഒരു 11:30 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു തീരുമാനത്തിലെത്തി, ഇനി റൂബിനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല എന്നുള്ളത്. അഥവാ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വെയിലെല്ലാം മാറി വൈകുന്നേരം മാത്രം പുറത്തേക്ക് ഇറക്കാമെന്ന് വെച്ചു. കാരണം റൂബി ഇത്തിരി അവശതയായിപ്പോയി. ശരിക്കും റൂബിയുടെ ശബ്ദമൊക്കെ മാറി കിളി കരയണ ശബ്ദമായി മാറി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി, എന്തെങ്കിലും അവൾക്ക് പറ്റും. അതുകൊണ്ടാണ് ഞാനവിടെ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അച്ചിങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതൊന്ന് മെഴുക്ക് പുരട്ടിയാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ബാക്കിയുള്ള കറികൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അധികം കറികളൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ടെൻഷനും സ്ട്രെസ്സും എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്താണെന്നറിയാമോ? ഈ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളില്ലേ, അതിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു സങ്കടം, നഷ്ടബോധം, ഇതാണ് നമ്മളുടെ ടെൻഷൻ എന്ന് പറയുന്നത്. അതെനിക്ക് നല്ല പോലെ ഉണ്ട്. അതുപോലെ നമ്മളുടെ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് വരാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. അപ്പോൾ ഇത് രണ്ടും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. കഴിഞ്ഞു പോയതിന് അയ്യോ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ല, അതൊന്ന് സൂക്ഷിച്ചിരുന്നെങ്കിൽ നമുക്കത് കിട്ടുമായിരുന്നു, അത് വിട്ടുപോയല്ല, ഒരിത്തിരി കൂടി നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നഷ്ടപ്പെടില്ലായിരുന്നല്ല, ഇങ്ങനെയുള്ള കുറേ നഷ്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായതൊക്കെ ഇങ്ങനെ ഓർത്തിട്ടുള്ള ആ ഒരു സംഭവം, അതിനെ ടെൻഷൻ എന്ന് പറയും. അതുപോലെ നമ്മൾക്കിപ്പോൾ നമ്മുടെ ഭാവി കുട്ടികളുടെ കാര്യമാണെങ്കിലും അവർ ജയിക്കുമോ ജോലി കിട്ടുമോ, ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു എന്താ പറയണത്, ഒരു ഞാണിന്മേൽ കളിയെന്ന് ഒക്കെ പറയൂലേ, അങ്ങോട്ടും വീഴ ഇങ്ങോട്ടും വീഴ, ആ ഒരു അവസ്ഥയൊക്കെയാണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. എന്താ വരിക, എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു ഇതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ മനുഷ്യർക്ക് ഏറ്റവും വിട്ടുപോകാത്ത ഒരു സംഭവം. ഈ 2 സംഭവങ്ങളാണ് നമ്മളെ രോഗികളാക്കി മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ കൈവേദന കാലുവേദന ഒക്കെ വരുന്നവരോടും ഒരുവിധ ആത്മാർത്ഥതയുള്ള ഡോക്ടേഴ്സ് പറയാറുണ്ട്, ഇത് നിങ്ങൾക്ക് രോഗമല്ല, ഇത് മാനസിക അവസ്ഥയാണ്. അതുകൊണ്ട് ഇതിനെ രോഗമായിട്ട് കാണാതെ മനസ്സിനെ പാകപ്പെടുത്തി ഈ അസുഖങ്ങളെ മാറ്റി നിർത്തുക. ഈ അസുഖങ്ങളെ നമ്മൾ ഇത് ഇപ്പോൾ കാലുവേദന കൈവേദന എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് തലവേദന വരുന്നത് ചിലർക്ക്. അപ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട്, ഈ നമ്മളുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി നമ്മളുടെ പിടിയിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു തലവേദന പോലും ഇല്ല,
അല്ലാതെ നമ്മളുടെ ബോഡീനെ സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥതയുള്ള ഡോക്ടേഴ്സാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അല്ലാത്തവർ പറയും ഇത് വലിയ രോഗമാണ്, നമ്മൾക്ക് ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവരത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗം ഡോക്ടേഴ്സും ഉണ്ട്. പക്ഷേ നമ്മളുടെ മാനസികാവസ്ഥേനെ ഒന്ന് കൈപ്പിടിയിൽ ഒതുക്കി നിയന്ത്രിച്ച് കഴിഞ്ഞാൽ മാറാവുന്നതാണ് ഭൂരിഭാഗം രോഗങ്ങളെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം. അപ്പം നമ്മളുടെ ഊണ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായയൊക്കെ ഇട്ട് കുറേ സ്നാക്സും പഴവും എല്ലാം ഉണ്ട്. സ്നാക്സ് എല്ലാം ചേച്ചി കൊണ്ടുവന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അപ്പം മധുരമൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് വണ്ണം കൂടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ മധുരം കഴിക്കാനുള്ള പപ്പയാണ് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ടർ നമുക്ക് തന്നേക്കുന്ന മരുന്ന്. തലയിൽ പുരട്ടാൻ വേണ്ടിയിട്ട്, പൊട്ടിയെന്നല്ല അവിടെ പുരട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ്. പിന്നെ 2 ടാബ്ലറ്റ്, 2 ടൈപ്പ് മരുന്ന് ഇട്ടിട്ട് ടാബ്ലറ്റ് ഉണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത മരുന്ന് നമുക്ക് തരും. പിന്നെ സോയാബീനും പൈനാപ്പിളും മേടിക്കാനായിട്ട് പപ്പ പോയെങ്കിലും പൈനാപ്പിൾ മാത്രമേ കിട്ടുള്ളൂ, സോയാബീൻ അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ ഇത് ജിയോ മാർട്ടിൽ സോയാബീൻ ഉണ്ട്, അവിടെ നിന്ന് മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക്